എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഒരു രക്ഷയില്ല, സൂപ്പർ, ഒരു രക്ഷയില്ല. വേറെ ഞാൻ എടുത്തു പറയാം, ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലാലേട്ടന്റെ ഓരോ ഫ്രെയിമും പൃഥ്വി ശരിക്കും ലാലേട്ടന്റെ ബെസ്റ്റ് കാണിക്കുന്ന രീതിക്ക് തന്നെയാണ്. പൃഥ്വി ഒരു രക്ഷയില്ല. ഹി ഈസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ, ബ്രില്യൻറ്റ് ആക്ടർ, ആൻഡ് ഹി ഹസ് പ്രൂവ്ഡ് ഇറ്റ് അഗൈൻ വെയിറ്റിംഗ് ഫോർ ദ തേർഡ് പാർട്ട്. സോ താങ്ക് യു. സ്റ്റീഫൻ നെടുമ്പള്ളിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഖുറേഷിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ഈസ് ദ ബെസ്റ്റ്. ഏത് ആംഗിളിലാണെങ്കിലും ലാലേട്ടൻ ബെസ്റ്റ് ആണ്. ആൻഡ് ഇതിൽ ശരിക്കും ലാലേട്ടൻ്റെ ഓരോ ലുക്കും നമുക്ക് എന്താ പറയുക, എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നതും അത് അത്ര ഇഷ്ടമാണ്. അപ്പോൾ ലാലേട്ടൻ വാസ് ലൈക്ക് സൂപ്പർ, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അത്ര നല്ല മൂവി. എവിടെ പോലും നമുക്ക് ഒരു പോയിന്റ് പോലും നമ്മൾ താഴെ വന്നിട്ടില്ല, എല്ലാം ഹൈപ്പിലായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പടം തന്നെയാണോ പടം? ഒരിക്കലും അതൊരു കുഞ്ഞു പടമല്ല, അത് പുള്ളിന്റെ എളിമ കൊണ്ട് പുള്ളി പറഞ്ഞായിരിക്കും. ഒരിക്കലും അതൊരു കുഞ്ഞു പടമല്ല, ഇറ്റ് ഈസ് ലൈക്ക് ബെസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെയുണ്ടായിരുന്നു? ഹൈപ്പിനത്തെ ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര എത്തിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മൂന്നാമത്തെ പാർട്ട് കാണാം. എന്താണ് എടുത്ത് പറയാൻ? ഹൈപ്പിൽ വന്ന പടമല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്. സൂപ്പർ ഇന്റർനാഷണൽ മേക്കിംഗ് ആൻഡ് സ്ക്രിപ്റ്റ്. മോഹൻലാൽ സാറിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കറക്റ്റ് പൃഥ്വിരാജിന് അറിയാം. ഇത് ഒരു മലയാള സിനിമയിലപ്പുറം ഒരു ഇന്റർനാഷണൽ ഫിലിം പോലെ എനിക്ക് തോന്നി. സൂപ്പർ ഫിലിം. എനിക്കെല്ലാം ടോട്ടലി ഈ സിനിമയുടെ മേക്കിംഗ്, സ്ക്രീൻ പ്ലേ എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് എടുത്ത് പറയാൻ ഇഷ്ടപ്പെട്ടത്? മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. നല്ലൊരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു പടം തന്നെയാണ്. കുഞ്ഞു പടം. എന്താണ് എടുത്തു പറയാൻ? മേക്കിംഗ് ഒക്കെ കൊള്ളാം. എങ്ങനെ മോഹൻലാൽ അത്ര അങ്ങോട്ട് എത്തിയില്ല? മാസ് എലമെന്റ്സ് കൂടുതലായോണ്ടാണോ അങ്ങനെ? അങ്ങനെയല്ല, കുഴപ്പമില്ല, എടുത്തിരിക്കുന്നത് കൊള്ളാം, പക്ഷെ ഒരു പഞ്ച് കിട്ടിയിട്ടില്ല. സിനിമ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ്, സെക്കൻഡ് ഹാഫ് നൈസ് ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെ മേക്കിംഗ് ഒക്കെ? അടിപൊളി, ഒന്നും പറയല്ല, നൈസ് ആയിട്ടുണ്ട്. നല്ല സ്ക്രീൻ, എല്ലാം നൈസ് ആയിരുന്നു. അനിമേഷൻ അങ്ങനെ പറയാനൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ്. ഫൈറ്റ് ഒക്കെ മാസായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പടം തന്നെയാണ് അത്. കുഞ്ഞിനൊന്നും പറയാനായില്ല. നമ്മള് എക്സ്പെക്ടേഷൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും പറയല, കണ്ടു കഴിഞ്ഞാൽ അനുഭവിക്കും. എങ്ങോട്ട് ലൂസിഫർ 3 എമ്പുരാൻ 3 വരുമ്പോഴത്തേക്ക് അത് വിഷയമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇതെന്തായാലും നൈസ്, ഓവറോൾ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ഷനും ഇതെല്ലാം വരുന്നത്, അപ്പൊ പിന്നെ പറയണ്ടല്ലോ. സൂപ്പർ പടം. എന്താണ് എടുത്ത് പറയാൻ? അടിപൊളിയായി പോയി കാണണം എല്ലാവരും. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ നൈസ് മൂവി, മാസ് പടം. എങ്ങോട്ട് മേക്കിംഗ് ഒക്കെ? നല്ല മേക്കിംഗ് ആണ്. ബെറ്റർ ദാൻ ദ ഫസ്റ്റ് പാർട്ട് ഐ തിങ്ക്. എങ്ങോട്ട് ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? മാസ്. ഈ ബുക്ക് മൈ ഷോയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഈ ക്യാൻസലേഷൻ അവൈലബിൾ ആയിട്ട് ഉള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ബുക്ക് ചെയ്തവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഇനി ക്യാൻസൽ ചെയ്യാൻ ഒരു അവസരമുണ്ട്. സൂപ്പർ പടം. കിട്ടില്ല പടം സെറ്റ്. നല്ല സ്വാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് ഇൻട്രോഡക്ഷനൊക്കെ അടിപൊളിയാണ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ക്വാളിറ്റി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റികളാണ്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പടം തന്നെയാണോ? കുഞ്ഞൊന്നുമല്ല, അത്യാവശ്യം നല്ല ഇത് തന്നെയാണ്. മരണമാണ് സൂപ്പർ. അല്ല, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഡയറക്ഷനും സ്ക്രീൻ പ്ലേ എല്ലാം കൊള്ളാം. എങ്ങോട്ട് മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മേക്കിംഗ് അടിപൊളിയായിരുന്നു. നല്ല ഒരു ഹോളിവുഡ് സ്റ്റൈല് തോന്നിയ എടുത്ത് പുറത്ത് ഫോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തൊക്കെ നൈസായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല പടം. എന്താണ് എടുത്ത് പറയാൻ? മേക്കിംഗ് ഒക്കെ മേക്കിംഗ് വേറെ ലെവൽ പടം. വേറെ എന്താണ് എടുത്ത് പറയാനുള്ളത്? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം തന്നെ ഇതൊരു ആക്ച്വലി ഒരു ഹൈ ക്ലാസ് സിനിമയാണ്, ഒരു രക്ഷയില്ല.